യു തിങ്ക് വാട്ട് യു ബിക്കം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരും. അതാണ് മനുഷ്യൻ. പ്രശ്നം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രസൻസിലല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് പ്രസൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ണിക്കുട്ടൻ എൻ്റെ മോന 4 വയസ്സ്, എപ്പോഴും പ്രസൻസിലാണ് പുള്ളി. അപ്പോൾ ഈ പ്രസൻസിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം അവനിപ്പം ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചോക്ലേറ്റ് ബോള്. അപ്പോൾ അവന് ചോക്ലേറ്റ് ബോൾ വേണമെന്ന് പറയുമ്പോൾ ഇപ്പം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയും, എടാ വൈകിട്ട് മേടിച്ചു തരാം. അവനത് മനസ്സിലാകത്തില്ല. ഞാൻ അതിൻ്റെ അത് കൂടി പോകുന്ന ആ ഭാഗത്തോടെ പോകുന്നത് വൈകുന്നേരം ആയിരിക്കാം. അപ്പൊ ഇവന് ഈ വൈകുന്നേരം 5 മണി എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല. ഇപ്പൊ വേണമെന്ന് ഇവൻ പറയാൻ കാര്യം അതാ. അപ്പോഴാണ് വഴക്കാവുന്ന, അല്ലെ കൊച്ചു കരയും, അങ്ങനെ കരയും ഇപ്പൊ വേണമെന്ന് പറഞ്ഞിട്ട്. നമുക്കിത് മനസ്സിലാകത്തില്ല. കുട്ടികൾ എന്തിനാണ് ഈ കരയുന്നത്? കുട്ടികൾക്ക് ഈ നിമിഷം മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും പോകണം, ഇപ്പൊ ലുലു മാളിൽ പോകണം, ഞാൻ പറയുന്ന വൈകുന്നേരം പോകാം, വൈകിട്ട് ഇല്ല, ഇപ്പൊ പോകണം. അപ്പൊ ഏത് കാര്യം ഇപ്പോഴാ. അപ്പൊ ഒരു ഷോപ്പ് ഒരു സാധനം മേടിക്കണം, ഒരു ടോയ് മേടിക്കണം, ഞാൻ പറഞ്ഞു രാത്രി പറയുമ്പോൾ ഞാൻ പറയും കട അടച്ചു പോയി, നാളെ മേടിക്കുക, ഇല്ല ഇപ്പൊ വേണം. ഈ കട അടച്ചു പോയോ രാത്രി ആയതോ ഒന്നും അല്ല വിഷയം. ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ നിമിഷം ആണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മാത്രമേ ഉള്ളൂ. ഇനി പതുക്കെ ആയി വരും. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നാന്നൊക്കെ ഇവന് മനസ്സിലാവും കുറച്ച് കഴിയുമ്പം. അത് ഇല്ലാത്ത സംഭവമാണ്. പക്ഷെ കുഞ്ഞിന് മനസ്സിലായി തുടങ്ങും. പിന്നെ നാളെ മനസ്സിലാവും, 3 മാസം കഴിഞ്ഞ്, 1 കൊല്ലം കഴിഞ്ഞെന്നുള്ളതെല്ലാം മനസ്സിലാവും. ഇതെങ്ങനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? ഒരു ഊഹം വെച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലയളവ് അത് നമ്മുടെ ഒരു ഐഡിയ മാത്രമാണ്. റിയാലിറ്റിയിൽ ഈ നിമിഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞ് ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ നിമിഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ നിമിഷം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പാസ്റ്റും ഫ്യൂച്ചറുമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റിലും ഫ്യൂച്ചറിലും. പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആങ്സൈറ്റി ആയി മാറും. ഫ്യൂച്ചറിലാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആങ്സൈറ്റി, മറ്റേ ഡിപ്രഷനാണ്. ഫ്യൂച്ചർ ആണെങ്കിൽ ആങ്സൈറ്റി, മറ്റേ ഡിപ്രഷൻ. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ രോഗിയായി മാറുക ചെയ്യുന്നത്. ഇപ്പൊ ഈ നിമിഷത്തിലെ ലൈഫ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ വരാം. അങ്ങനെ ഈ നിമിഷത്തിൽ വന്നാൽ നിങ്ങൾ അതിശക്തനായി തീരും. കുട്ടി ശക്തനല്ല, കാര്യം കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ശക്തരല്ല, കാര്യം നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ അങ്ങനെ അല്ല. നിങ്ങൾ ശക്തിയുണ്ട്, നിങ്ങളുടെ സമ്പത്തുണ്ട്, കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങൾ മുതിർന്നു. അപ്പം മുതിർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിശക്തനായി തീരും. അല്ലെങ്കിൽ നമ്മൾ വീക്കായിരിക്കും. വീക്കാണ്, നമ്മളെ കൊണ്ടൊന്നും നടക്കത്തുമില്ല, നമ്മൾ എന്ത് ചെയ്താലും പരാജയമായിരിക്കും. കാരണം ഈ നിമിഷത്തിലല്ല. അപ്പൊ ഈ നിമിഷത്തിൽ വരിക എന്ന് പറഞ്ഞത് തിരിച്ച് നിങ്ങൾ നിങ്ങളെ വീട്ടിലെത്തുക എന്നുള്ള പോലെയാണ്. നേരത്തെ നിങ്ങൾ ഈ നിമിഷത്തിലായിരുന്നല്ലോ കുഞ്ഞിലെ, അതുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഈ നിമിഷം നഷ്ടപ്പെട്ടല്ലോ. വീണ്ടും ഈ നിമിഷത്തിൽ വരിക എന്ന് പറയുന്നത് തിരിച്ച് വീട്ടിൽ വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് അറിയാൻ മേല, എന്നിട്ട് അഡ്രസ്സ് തപ്പി നടക്കുന്ന പോലെ ഇപ്പൊ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട് എവിടെയാ എന്ന് ചോദിക്കുന്ന പോലെ മറ്റേ വേറൊരാളോട്. നമ്മൾ കണ്ടിരിക്കുന്നത് വെള്ളം അടിച്ച് കിടക്കുന്നവരാണ് അങ്ങനെ തപ്പി നടക്കുന്നത്, ബോധമില്ലാതെ വീട് എവിടെ തപ്പി നടക്കുന്നവരുണ്ട്. അതേപോലെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരിച്ചെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രസൻസിൽ വന്നു മനസ്സിലാവും. അവിടെയാണ് മുഴുവൻ ശക്തിയുള്ളത്. അപ്പൊ ഈ ടൈം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ക്രിയേഷൻ മാത്രം, നമുക്ക് കാൽക്കുലേഷന് വേണ്ടി മാത്രമാണ്. വൈകുന്നേരം 8 മണിക്ക് ഇന്നടുത്ത് കാണാം, അങ്ങനെ ക്ലോക്ക് വെച്ച് കറക്കി നമ്മളത് നോക്കി നമ്മളവിടെ ചെന്ന് ആ മീറ്റിങ്ങിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത സാധനമാണ്. റിയാലിറ്റി ടൈം ഇല്ല, ഒന്നുമില്ല, ഈ നിമിഷം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.